ആരാ മോനെ ഇത്? അപ്പനെ കാണാൻ വന്നതാ. ആരാന്ന് മനസ്സിലായില്ല. മൂസക്ക പറഞ്ഞിട്ട് വന്നതാ. തേനിന്ന് അത്തിക്കാരൻ ജോസ്. വരൂ, അകത്തേക്ക് ഇരിക്കാം. എഴുന്നേക്കാൻ മേല. 3 മാസമായി കിടപ്പില. കാള ഒന്ന് പറ്റിച്ചതാ. അറിയാം, മൂസക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാളയെ ഞാൻ നന്നായി നോക്കിക്കോളാം. മൂസക്ക പറഞ്ഞ എനിക്ക് വേദവാക്യ. ഇത് ആലീസ്, മൂത്ത മകളാ. പിന്നെ ഇവളുടെ ഇളയതുങ്ങളാ. ഓ, അപ്പ എന്റെ കാര്യം? ഇവൻ എന്റെ ഒരേ ഒരു മോന, തോമസ് കുട്ടി, ഇളയവൻ. ഞങ്ങൾ പരിചയപ്പെട്ടു വഴി വെച്ച്. പാവ എന്നെ പോലെ. ജോസേ, എന്തോ? കാളയുടെ കാര്യം മാത്രം പോരാ, പറമ്പിലെ കാര്യങ്ങളും കൂടി നോക്കണം. വർക്കിച്ചൻ പറയുന്നത് ജോസ് ചെയ്യൂ. എന്റെ അപ്പം പുലിമടയിൽ തോമ എന്നെ ഒന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ, വിശ്വാസം. അത് തെറ്റിയ വത്തിക്കാനിലെ പള്ളിയിൽ കത്തണ മെഴുകുതിരിയാണേലും ജോസ് ഊതിക്കെടുത്തും. മതി മതി മതി. എടി, കറി എന്തെങ്കിലും ഇറക്കി വെച്ചിട്ടേ ആ പിള്ളേരുടെ തുണിയെടുത്ത് നനയ്ക്കാൻ നോക്ക്. ജോസിന് എത്ര വയസ്സായി? 38. ആ, പിന്നെന്താ ഇതുവരെ കെട്ടാഞ്ഞേ? ഒന്നും ഒത്തു വന്നില്ല. നല്ല പ്രായത്തിൽ കെട്ടണം, അല്ലെങ്കിലേ മക്കള് വളരുമ്പോ അപ്പൻ വയസ്സാകും. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കെട്ടുന്നോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്. നോക്കണം. എങ്കിൽ ഞാൻ കണ്ടുവെക്കാം. എന്താ, കെട്ടുവോ? കാലത്ത് ദോശയ്ക്ക് ഉപ്പില്ല, കറിക്ക് എരിയില്ല, മടുത്തു ഇവിടത്തെ പാചകം. അതിനിപ്പോ ഞാനെന്ത് വേണം? പച്ചയായിട്ട് പറഞ്ഞ മാഷിന് മനസ്സിലാവില്ലേ? ആ നസ്രാണി പെണ്ണ കെട്ടുന്ന കാര്യ മാഷ് പറഞ്ഞു വരുന്നത്. ഓഹോ, അതാണ് മനസ്സിലിരിപ്പ്. ഞാൻ പെണ്ണ് കെട്ടിട്ട് വേണം നിങ്ങൾക്കെല്ലാം ഇഷ്ടം ഉണ്ണാൻ. എന്നാ പിന്നെ മാഷിന് കെട്ടിക്കൂടെ? അതൊക്കെ വലിയ ചെലവല്ലേ മാഷെ? ഒറ്റത്തടിയായിട്ട് ഇവിടെ ജീവിക്കുന്നത് തന്നെ വലിയ പാടാ. മാഷെ, ആ ചായ ഒന്ന് ഇറക്കി വെക്കും മാഷെ. അയ്യോ, ഏത് ചായ? ചായക്കുള്ള പാല അടുപ്പത്ത് വെച്ചിട്ടാ ഞാനിവിടെ വന്നിരുന്നത്. കറിക്കുള്ള അറപ്പാണെന്ന് കരുതി ഞാനതിൽ മീനെടുത്തിട്ടല്ലോ. എന്തായാലും സുഖമായി. പാലിൽ പുഴുങ്ങിയ മീൻ. പാലും പോയി, മീനും പോയി. ഇപ്പൊ മനസ്സിലായല്ലോ എത്രയും വേഗം ഒരു പെണ്ണ് കിട്ടണമെന്ന്. ശരി, നാളെ തന്നെ വർക്കിംഗ് മാപ്പിളയെ പോയി കണ്ട് പെണ്ണ് ചോദിക്കണം. എങ്കിലേ വാക്കു രുചിയുള്ള വല്ലതും തിന്നാൻ പറ്റൂ. ആ ജോസിന്റെ ഓരോ നോട്ടവും പറച്ചിലും എനിക്കത് തീരെ പിടിക്കണില്ല. ചേച്ചിക്ക് എല്ലാരും സംശയം ആ ജോസേട്ടൻ എന്ത് നല്ല ആളാ. എന്നാ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, എനിക്കങ്ങനെ തോന്നി. നിനക്കങ്ങനെ തോന്നും. ആളിന്റെ മെയ്വഴക്കം കണ്ട് മയങ്ങിപ്പോരുത്. അയാൾ ഏതാ എന്താ വല്ലതും നിനക്കറിയാമോ? അതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നേ? ഞാനെന്താ അയാളെ കെട്ടാൻ പോവാണോ? കെട്ടാൻ പോണോണ്ടല്ലടി, പുറത്തു നിന്ന് വന്ന ഒരുത്തന അയാള്. നോക്കിയും കണ്ടും പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചി മെല്ലെ വാ, ഞാൻ പോവാ. ആ സാവിത്രി ടീച്ചർ പുതിയ സാരി വാങ്ങി അതിന്റെ മുന്താണി മുറിച്ച് തന്നിട്ടുണ്ട്. ചെന്നിട്ട് വേണം ഒരു ബ്ലൗസ് വെച്ചു കൊടുക്കാൻ. പോവാണേ. ഇപ്പൊ ഇത്തിരി സമ്പാദ്യമൊക്കെ ആയിട്ടുണ്ട്. അടുത്ത മാസത്തോടെ ബാങ്കിലെ ലോൺ തീരും. എന്നിട്ട് വേണം വേണ്ട. അതെന്താ? എനിക്ക് പേടിയാ. പേടി മാറാനല്ലേ താലി കെട്ടുന്നത്. പിന്നെ ഈ സൈക്കിളിന് മുമ്പിൽ ഇയാളെ ഇരുത്തിക്കൊണ്ട് പോകുമ്പോ ഈ ഭൂമി കുലുങ്ങൂലല്ലോ. താലി കെട്ടുമ്പോ കുലുങ്ങും. ആര്? മറ്റാരല്ല, ഈ ചേലക്കര ഗ്രാമം. കുലുങ്ങട്ട് മോളെ, എന്താ സോഫിയ? ഒന്നുമില്ല.
കൊച്ചു വർത്തമാനമായിരിക്കും അല്ലേ? പറയാൻ ഞാൻ ആരുമില്ലെന്നറിയാം. എന്നാലും ഒരു ചേട്ടന്റെ സ്ഥാനത്തുനിന്ന് പറയാ. മനസ്സിലുള്ള സ്നേഹം വഴി വെച്ച് വിളമ്പിയ നാട്ടുകാരായി. വീട്ടിലേക്ക് വരുന്നില്ലേ? സാവിത്രി ടീച്ചറുടെ ബ്ലൗസ്. എന്നാ ഞാൻ നടക്കാം. ദാ. ഇല്ല, കൂട്ടിട്ടൊന്നുമില്ല. മൂന്ന് പാർട്ടി വന്നു. ദാ 450 രൂപയാണ്. വേണ്ട, ജോസ് വെച്ചോ. കാര്യങ്ങളൊക്കെ ഇനി ജോസല്ലേ നോക്കേണ്ടത്. അതൊക്കെ ശരി തന്നെ. ഇതിപ്പോ ചേർത്ത് വെച്ചോ. വേണ്ട, ജോസിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി തന്നാ മതി. എനിക്കിപ്പോ ആവശ്യമൊന്നുമില്ല, വേണമെന്ന് ചോദിച്ചോളാം. എന്നാലും എന്തെങ്കിലുമൊക്കെ ചില്ലറ ചെലവുകൾ ഉണ്ടാവില്ലേ? അത്യാവശ്യത്തിന് പണം എന്റെ ഉണ്ട്. ദാ. ജോസേ, ഇവിടുത്തെ എല്ലാം ജോസിന്റെ സ്വന്തം പോലെ കരുതിയാ മതി. ഓ, ഇനി മുതൽ അങ്ങനെ കരുതിക്കോളാം. ഇതിരിക്കട്ടെ, കുറച്ച് കാശാ. വർക്കിത്തിന്റെ കൊടുത്താ വാങ്ങത്തില്ല. അപ്പാപ്പന്റെ ഇരിക്കട്ടെ. വേണ്ട വേണ്ട, എന്തേലും ആവശ്യം വരും. ജോസിനെ കണ്ടില്ലേ? ജോസ് കാളയെ കുളിപ്പിക്കാൻ പോയെന്ന് അന്നമ്മേടത്തി പറയണ കേട്ടു. ഞാൻ അവിടെ പോയി കണ്ടിട്ടേ പോവൂ. അന്നമ്മേടത്തിയേ, ഞാൻ ഇറങ്ങുക. ഓ, അലക്ക് കഴിഞ്ഞ് വണ്ണാത്തേക്ക് പെണ്ണ് കെട്ടാൻ നേരലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ജോസേ, എന്താ ജോസേ വന്നപാടെ കെട്ടും പൂട്ടും ഒക്കെ ആയോ? ചേലക്കര വന്നിട്ട് നിനക്ക് കോളയല്ല. ഒരു 50-55 കിലോ വരും. എന്താ? പശുവിനെ രോഗം കുളമ്പ് രോഗം. ഇനി ഉള്ള തൂക്കം കുറയാണ്ട് നോക്കിയാ കൊള്ളാം. വിക്കൂല എന്ന് പറഞ്ഞ പശുവാ. തൂക്കം കുറഞ്ഞപ്പോ കുറഞ്ഞ വിലക്ക് വിറ്റു. എല്ലാ പശുവിന്റെയും ഗതി ഇങ്ങനെ. കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യും, കൊടുക്കാൻ നമ്മൾ അറിയാണ്ട് കൊടുക്കുകയും ചെയ്യും. ആ ഹലോ, ബെല്ലടിയായിട്ട് ഒന്ന് നിന്നൂടെ? ഇതെന്താ എത്ര ഡിമാൻഡ്? അയ്യോ, ഞാൻ വിചാരിച്ചു സോഫ ആയിരിക്കുമെന്ന്. അതിനെന്താ, എനിക്കിഷ്ടായി. എന്ത് ഈ വിളിയേ? അതല്ല, ഞാൻ ലിസീനെ തെറ്റിദ്ധരിക്കരുത്. ഋഷിയേട്ടന് എന്തിനാ എത്ര പേടി? ഞാനാരോടും പറയാനൊന്നും പോകുന്നില്ല. മനസ്സിൽ വെച്ചാ പോരെ. എന്ത് എന്തും. ആകെ കുഴപ്പമായല്ലോ. അവൾ എന്ത് വിചാരിക്കുമോ? അയ്യോ, ഋഷിയുടെ വെള്ളം. അയ്യോ. തപ്പി നിൽക്കാതെ വേഗം കുടിച്ചു തീർക്കടാ. എനിക്ക് വേറെ പണിയുണ്ട്. മൂസൊക്കെ പറഞ്ഞെങ്കിലും ഇത്ര കിളപ്പമുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാൻ ഇവന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും എനിക്കിഷ്ടായി. ഒന്ന് നിന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? വീണടം വിഷ്ണു ലോകം, അതായി വിത്ത് കളക്കാരന്റെ സ്വഭാവം. എന്താ എന്റെ കൂടെ കൂടുന്നോ? കാളവർക്ക് കാളക്കാരനും കൊള്ളരുതാത്തവനും ഒക്കെ ആയിരുന്നു ഒരിക്കൽ. പക്ഷെ ഞങ്ങളുടെ അപ്പം മരിച്ചിട്ടില്ല. അപ്പം മരിക്കുമ്പോ ഞങ്ങൾ ആലോചിച്ചോളാം ആരുടെ കൂടെ കൂടണമെന്ന്.
എന്താ എന്താ? എന്ത് പറ്റി? കടിച്ചു. ഏ? നോക്കട്ടെ. ഇരിക്കണോട്ട്. എന്റെ നീർക്കോലി മറ്റോ ആയിരിക്കും. സാരമില്ല. ആ തോമസ് കുട്ടിയാ, വാ വാ. എന്റെ മോൻ നന്നായി പഠിച്ച് വലുതായി ഈ വീട് പുലർത്തണം. പുഴയിൽ പോയി മീൻ പിടിച്ച് സമയം കളയരുത്. അപ്പൻ എന്താ നേരത്തെ എന്നോട് ഇങ്ങനെയൊന്നും പറയാതിരുന്നത്? അപ്പന് മോനോട് ഇതൊക്കെ നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പനെ കുറിച്ച് അമ്മയും മക്കളും അങ്ങനല്ലോ കരുതിയിരിക്കുന്നത്. ഞാനൊരു മുരടനല്ലേ, മുരടൻ. മോനെ നീ കടയിൽ പോകുന്നില്ലേ? ദാ അമ്മ വിളിക്കുന്നു, മോൻ പോ. ഇങ്ങോട്ട് വന്നു. ഹലോ, എങ്ങനുണ്ട് ജോസേ നമ്മുടെ ചേലക്കരയിലെ താമസമൊക്കെ? തരക്കേടില്ല. കൊച്ചി അടുത്തായതുകൊണ്ട് കൊതുക് ഇത്തിരി കൂടുതലാ. ഏ. തനിച്ച് കിടന്നാ ഉറക്കം വരത്തില്ലല്ലയോ? അങ്ങനെയൊന്നുമില്ല. ആ, കള്ള് ഷാപ്പിലേക്കാണോ? ഓ ഇത്തിരി ബാക്കി വീട്ടിൽ വെക്കും. പതിവുകാർക്ക് ഓരോ ഗ്ലാസ് കൊടുക്കണ്ടേ? എന്താ സേവയുണ്ടോ? വല്ലപ്പോഴും ആ, അപ്പൊ ഉണ്ട് കള്ളൻ. ആ തോട്ടിനക്കര എന്റെ വീട്. സന്ധ്യയാകുമ്പോ അങ്ങോട്ട് പോര്, ആരും അറിയത്തില്ല. വരണേ. നല്ല ഒന്നാന്തര അന്തിയ. ഇപ്പൊ വന്ന നന്നായി. എല്ലാരും അങ്ങനെ കൊടുക്കുന്നതല്ല. പിടിച്ചാട്ടെ. കേട്ടോ അമ്മനെ, നല്ല ഒന്നാന്തരം കാളക്കാരനാ. ഒരർത്ഥത്തിൽ വർക്കിച്ചേട്ടോ ഒന്ന് പിന്നി നിക്കണം അല്ലേ? നീ കണ്ടിട്ടില്ലല്ലോ? ഇപ്പം കണ്ടു. ആ കണ്ടോ? എങ്ങനുണ്ട്? കൊള്ളാം. കള്ളത്ര ശീലല്ലല്ലോ. കള്ളായോണ്ട്. ആ എനിക്ക് അപ്പോഴേ തോന്നി. ഞാനൊരു മിലിറ്ററി കരുതിയിട്ടുണ്ട്. നല്ല സ്വയംഭ സാധനമാ. നീ അതിങ്ങ് എടുത്തേടി. ത്രിഗുണനാ ജോസേ, ത്രിഗുണൻ. അതാ ഇഷ്ടം. കല്യാണം കഴിച്ചിട്ടില്ല, ആള് ഫ്രഷാ. വലിച്ചാട്ടെ. എങ്ങനുണ്ട്? ശരിക്കറിയണമെങ്കിൽ സോഡ വേണം. ഓ സോഡ ഞാനത് ഓർത്തില്ല. പെട്ടിക്കട പോയ എപ്പോഴും കിട്ടും. 2 സിഗരറ്റ് വാങ്ങിക്കണം. ഞാൻ ഇപ്പൊ വരാം. വേണ്ട. താനിവിടെ താൻ പുറത്തുനിന്നുള്ള ആളല്ലല്ലോ. ഇന്നിങ്ങനെ പോട്ടെ. ഇവിടെ ആരും വരത്തില്ല. നീ വാതിൽ ശരിക്കൊന്ന് അടച്ചേരെ. എന്താ ഒരു മൗനം?
കട്ടപ്പന വരുമോ? ഇത്തിരി വൈകും. ഞാനൊന്ന് തൊട്ടോട്ടെ. ഉം.